ജി സുധാകരനെ ഉന്നം വെച്ച് എം.എ. ബേബി. പ്രായപരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയല്ല, മറിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടരണം. പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാനാണ് സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകൊടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് SRP എന്നും എം.എ. ബേബി. നമുക്കെല്ലാവർക്കും വേണ്ടി പുരസ്കാരം സമർപ്പിക്കുന്നു. പുതിയ തലമുറയിൽപ്പെട്ടവർ പാർട്ടിയുടെ വ്യത്യസ്ത ചുമതലകൾ ഏറ്റെടുക്കാൻ വരണം. അപ്പോ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ സഖാക്കൾ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവായി. എന്നാൽ അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, പാർട്ടി തുടർന്നും പ്രവർത്തിക്കും. അതിന്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണം SRPയാണ്. പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ വിവിധ കമ്മിറ്റികളിൽ ഒഴിവുണ്ടാവണമെങ്കിൽ പ്രായത്തെ മാനദണ്ഡമാക്കി കുറെ സഖാക്കൾ ഒഴിഞ്ഞുകൊടുക്കണം. ആ ഒഴിഞ്ഞുകൊടുക്കുന്നവർ പാർട്ടി പ്രവർത്തനം തുടരാം. അതിന് ഉദാഹരണമാണ് SRP. രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാത്ത സഖാക്കളുടെ നാടാണ് ആലപ്പുഴയെന്ന് മന്ത്രി സജി ചെറിയാൻ. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടതാണ് ആലപ്പുഴയിലെ പാർട്ടി. ഏത് പ്രതിസന്ധിയിലും ആലപ്പുഴ ജില്ല LDFന്റെ മൂന്നാം ഭരണത്തിന് വഴിയൊരുക്കുമെന്നും സജി ചെറിയാൻ. നിങ്ങൾ കൂടുതൽ കുഴപ്പമുണ്ടാക്കായിരുന്നാൽ മതി. പാർട്ടിക്കകത്ത് ഒരു പ്രശ്നമില്ല. പാർട്ടി വളരെ സ്ട്രോങ് ആയി പോവാണ്. ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോകുന്നു. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കാൻ പോകുന്നു. വലിയ വിജയം കിട്ടും. അതിന്റെ ഫോർ ഫ്രണ്ടിൽ ജി സുധാകരൻ തന്നെ നിന്ന് നയിക്കും ഈ ജില്ലയിലെ പാർട്ടിയെ. അതിനൊന്നും തർക്കം വേണ്ട. ജി സുധാകരനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട. ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാക്കി അദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുപോകും. പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് പാർട്ടി ആലപ്പുഴ ജില്ലയെ നയിക്കും. ഇത്രയും മതിയല്ലോ. ഒരു കുഴപ്പമില്ല. എല്ലാ പരിപാടിക്കും ചേരുന്നുണ്ട്. സിബി, ജി സുധാകരന്റെ വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഭിന്നമല്ല ദേശീയ സെക്രട്ടറിയുടെ, ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം. അദ്ദേഹവും വിഷയത്തിൽ സുധാകരൻ അനുകൂലമായോ ഇല്ലെങ്കിൽ സുധാകരന്റെ നീക്കങ്ങൾക്ക് അനുകൂലമായോ ഒന്നുമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനപ്പുറത്തേക്ക് എങ്ങനെ സംരക്ഷിച്ചു നിർത്തും, ആലപ്പുഴ പാർട്ടിയിൽ നിലവിലുള്ള ഭിന്നതയിൽ ഏതു തരത്തിൽ പരിഹരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സജി ചെറിയാൻ പറയുന്നത്. അതന്നെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിൽ നിന്ന് പോലൊരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു KSKTUവിന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ ഈ VS അച്യുതാനന്ദൻ പുരസ്കാരം. ഈ പുരസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജി സുധാകരനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല. അത്തരത്തിൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എം.എ. ബേബി ഈ പുരസ്കാരം വിതരണം ചെയ്തുള്ള ഒരു പ്രസംഗത്തിനിടെ അദ്ദേഹം പരോക്ഷമായ മറുപടി നൽകിയത്. അതായത് പാർട്ടിയിൽ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടവർ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയല്ല, നേതൃത്വത്തിൽ നിന്നും ഒഴിയുക മാത്രമാണ്. അത് പുതിയ തലമുറയെ വരുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്നത്. ഈ ഒഴിഞ്ഞവർ പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടരണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് VS അച്യുതാനന്ദനും SRP പോലുള്ള ആളുകൾ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരോക്ഷമായ ഒരു മറുപടിയാണ് ഇന്നിപ്പോൾ ജി സുധാകരന് എം.എ. ബേബി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നൽകിയത്. അതുകൂടാതെ തന്നെ സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും ഈ അമ്പലപ്പുഴ അടക്കമുള്ള ഈ ആലപ്പുഴയുടെ പല ഭാഗത്തും വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാകുമെന്ന് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന്റെ കൃത്യമായ മറുപടി അദ്ദേഹം ഇന്ന് സജി ചെറിയാന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഏത് പ്രതിസന്ധിയിലും ആലപ്പുഴ ജില്ല LDFന്റെ മൂന്നാം ഭരണത്തിന് വഴിയൊരുക്കുമെന്നും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ആലപ്പുഴ പാർട്ടി. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രക്തസാക്ഷിയുള്ള പാർട്ടി എന്ന നിലയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ തകർത്തത് ആലപ്പുഴയിലെ പാർട്ടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരോക്ഷമായ അല്ലെങ്കിൽ കൃത്യമായ മറുപടി ജി സുധാകരൻ നൽകി. പിന്നീട് മാധ്യമങ്ങളുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായി ഈ പാർട്ടിയാണ് ഏറ്റവും വലുത്, അതപ്പുറമായി സുധാകരനുമായി മറ്റ് വിഷയങ്ങളില്ല, അദ്ദേഹം പാർട്ടിയുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു തന്നെയാണ്. ശരി സിബി.